വളരെ പ്രത്യേകമായ ലോക പ്രശസ്തമായ മഹാനായ ഫഖ്റുദ്ദീൻ റാസി തങ്ങളുടെ കിതാബ് ഉമ്മഹാത്തു തഫാസീറിൽ എണ്ണപ്പെടുന്ന തഫ്സീർ, മഹാനവറുകൾ സൂറത്തുൽ ഫാത്തിഹ വിശദീകരിക്കുന്ന ഭാഗം. അവിടെ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന ഭാഗം വന്നപ്പോ മഹാനവറുകൾ അവിടെ തഫ്സീറുൽ കബീർ പറയുന്നത് കാണാം. അൽ ബാബു സാലിസ് ഫിൽ അസ്റാറിൽ അഖ്ലിയ്യത്തിൽ മുസ്തംബതത്തി മിൻ ഹാദിഹി സൂറ, സൂറത്തുൽ ഫാത്തിഹയിലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, ബുദ്ധി കൊണ്ട് ചിന്തിച്ചെത്താൻ കഴിയുന്ന ചില സിർറുകൾ, ചില രഹസ്യഭാഗങ്ങളുണ്ട്. ഫീഹി മസായിൽ, ഒരുപാട് മസ്അലകളുണ്ട് അതിൽ. അൽ ലതീഫത്തു സാനിയ, അതിൽ ഏറ്റവും മനസ്സിലാക്കേണ്ട മനോഹരമായ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞ് മഹാനവർ പറയുന്നു, ലമ്മാ ഖാല ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ ഞങ്ങളെ നീ നേരായ വഴിയിലേക്ക് നടത്തിത്തരയണമേ. ഒരു ദിവസം 17 ഫാത്തിഹ നിർബന്ധമായി ഓതുന്നവരാണ് മുസ്ലിമീങ്ങൾ. 17 ഫാത്തിഹ അല്ലെ, 17 റക്അത്തുകളിൽ അല്ലാഹുവേ ഞങ്ങൾക്ക് സന്മാർഗം തരയണമേ. അതല്ലാഹു മാത്രം പറഞ്ഞ് നിർത്തിയില്ല എന്നാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഞങ്ങൾക്ക് സന്മാർഗം തരണേ എന്നല്ല പറഞ്ഞത്. അത് മാത്രമല്ല, ثم لم يقتصر عليه بل قال صراط الذين أنعمت عليهم, സന്മാർഗം തരയണമേ എന്ന് മാത്രം പറഞ്ഞു നിർത്താതെ, അല്ലാഹുവേ നീ അനുഗ്രഹം ചെയ്ത ആളുകളുടെ മാർഗമുണ്ടല്ലോ, ആ മാർഗത്തിലേക്ക് ഞങ്ങളെ ചേർക്കണമേ എന്ന് അല്ലാഹു പറഞ്ഞതിന്റെ താല്പര്യം ഹാദാ യദുല്ലു, ഇത് മനസ്സിലാക്കി തരുന്നത് അലാ അന്നൽ മുരീദ ലാ സബീല ലഹ്, ആ മുരീദിന് തസ്കിയത്തിലേക്കും തർബിയത്തിലേക്കും വഴിയുള്ളത് ഒരു മുർഷിദിന്റെ, അള്ളാഹുലേക്ക് പിടിച്ചുകൊണ്ടുപോകുന്ന ഒരു മുറബ്ബിയായ മനുഷ്യന്റെ, ശൈഖിന്റെ കയ്യാലയാണ് ഒരു മനുഷ്യന് അള്ളാഹുലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അള്ളാഹുവിന്റെ സന്മാർഗമുണ്ട്, അത് വ്യക്തമാണ്. ആ സന്മാർഗത്തിലേക്ക് നയിക്കണമേ എന്ന് മാത്രം പറഞ്ഞു നിർത്താതെ, നിന്റെ നിഅമത്ത് കിട്ടിയ ആളുകളുണ്ടല്ലോ റബ്ബേ, അവരുടെ മാർഗമാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞതിന്റെ താല്പര്യം തർബിയത്തിന്റെ അഹ്ലുകാരുടെ കൈപിടിച്ച് വിജയത്തിലേക്ക് പോകാൻ അല്ലാഹു സൂചിപ്പിക്കുകയാണെന്ന് മഹാനായ ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറുൽ കബീർ പറയാം. മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി ഫഖീഹുൽ മുഹദ്ദിസ് ശിഹാബുദ്ദീൻ ഇബ്നു ഹജർ അൽ ഹൈതമി അൽ മക്കി, ലോക പ്രശസ്തനായ ശാഫിഈ മദ്ഹബിന്റെ ഇമാമുകളിൽ വളരെ പ്രഗൽഭനായും മഹാനായ ശിഹാബുദ്ദീൻ ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി ഫതാവൽ ഹദീസിയയിൽ വൽ ഹാസിൽ അന്നൽ ഔലാ ബിസ്സാലികി ഖബ്ല അൽ വസൂൽ ഇലാ ഹാദിഹിൽ മആരിഫ് അൻ യകൂന മുജീമൻ ലിമാ യഅ്മുറുഹു ബിഹി ഉസ്താദുഹു അൽ ജാമിഅ് ലിതറഫൈ ശരീഅത്തി വൽ ഹഖീഖ, ശരീഅത്തിന്റെയും ഹഖീഖത്തിന്റെയും വഴികളിലേക്ക് തന്റെ ഗുരുനാഥനും മുറബ്ബിയുമായ ഉസ്താദ് എന്താണോ തന്നെ നിർദ്ദേശിക്കുന്നത് അത് വളരെ പരിപൂർണമായി മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് ഒരു മുരീദിന് നന്മയുടെ മാർഗത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. ആര് പറയുന്നു? അല്ലാമ ഇബ്നു ഹജർ തങ്ങൾ. ഫഇന്നഹു ഹുവ തബീബുൽ അഅലം, ഒരു ശൈഖാണ്, മുറബ്ബിയാണ്, ഏറ്റവും വലിയ ഡോക്ടർ. فبمقتضى معارفه الذوقية وحكمه الربانية يعطي كل بدن ونفس ما يراه هو اللائق بشفائها والمصلح لغذائها. ഓരോ രോഗിയുടെയും രോഗത്തിനനുസൃതമായ മരുന്ന് നിർദ്ദേശിക്കുന്ന പോലെ തന്റെ ശിഷ്യഗണങ്ങളിൽ ഓരോരുത്തരുടെയും തർബീയത്തിന് ആവശ്യമായ ഏതെല്ലാം നിർദ്ദേശങ്ങൾ വേണമെന്ന് അറിയുകയും മനസ്സിലാക്കുകയും നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ഒരു ഗുരുവാണ്, ഡോക്ടറാണ് സത്യത്തിൽ മുറബ്ബിയായ ഒരു ശൈഖെന്ന മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ. ആ ഒരു മാർഗത്തിലേക്ക് എത്തിച്ചേരാൻ അല്ലാഹു നമുക്ക് വഴികൾ എളുപ്പമാക്കി തരട്ടെ. ഇനിയും അത് ലഭിച്ചിട്ടില്ലാത്ത ആളുകൾ ദുആ ചെയ്യേണ്ടത് അല്ലാഹുമ്മ ദുല്ലനി അലാ മൻ യദുല്ലുനി അലൈക്. പാതിരാത്രിയിൽ തഹജ്ജുദ് നിസ്കാരത്തിന് എഴുന്നേൽക്കുന്ന സമയത്താണെങ്കിൽ വളരെ നന്നായി അല്ലാഹുവിനോട് ദുആ ചെയ്യുക, റബ്ബേ അല്ലാഹുമ്മ ദുല്ലനി അലാ മൻ യദുല്ലുനി അലൈക്, നിന്നിലേക്ക് എന്നെ അടുപ്പിച്ചു തരുന്ന, കൊണ്ടുതരുന്ന ഈ ലോകത്തിന്റെ സർവമാന പരിമള, ഈ ലോകത്തിന്റെ വഞ്ചനയിൽ നിന്ന്, ഖുറൂറിൽ നിന്ന്, ഐഹികമായ വിഷയങ്ങളിൽ നിന്ന് എന്റെ മനസ്സിനെ ഈമാനിന്റെയും റൂഹാനിയത്തിന്റെയും ആത്മീയതയുടെയും വഴിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഒരു ശൈഖ് ഉണ്ടാകും. നമുക്കറിയില്ല, ചിലപ്പോ എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടെന്നാണ് ഇതിന്റെ പ്രബലമായ അഭിപ്രായം. ലോകത്തതും അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ഇല്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഫഹുവ മഹ്റൂം, അത് പറയുന്ന ആളുകൾ അള്ളാഹുവിന്റെ നിഅമത്തിൽ നിന്ന് അച്ചുപോയവരാണെന്ന് ഉലമാ പറയും. അങ്ങനെയല്ല, ചിലരുണ്ടാകും, നമ്മുടെ നാട്ടിൽ കാണും, നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റിയില്ല, തൊട്ടടുത്ത നാട്ടിൽ കാണും. എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടെന്ന് തന്നെയാണ്.